അത് പെൺകുട്ടികളിൽപ്പെട്ട തന്നെ. ഖുർആൻ പറയുന്നു വവൈലുൽ മുശ്രിക്കീൻ അല്ലദീന ലാ യൂതൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. വൈലുൻ ഭയാനകമായ നരകശിക്ഷ ലിൽ മുശ്രിക്കീൻ നിഷേധികൾക്ക്, മുശ്രിക്കീൻ ബൗദ്ധികാരാധകർക്കുള്ളതാണ്. അവരെ ഗുണം എന്താണ്? അല്ലദീന ലാ യൂതൂന സകാത്ത, സകാത്ത് കൊടുക്കാത്തവരായ. അപ്പൊ സകാത്ത് കൊടുക്കാത്ത വിഭാഗത്തിനാണ് നാശം. അസ്സകാത്ത് വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, പരലോകത്തെ നിഷേധിക്കുന്നവർ. അപ്പൊ പരലോക നിഷേധമൊക്കെ അല്ലാതെ ഒരു ഹരത്തിന് വേണ്ടി പറഞ്ഞ് നമ്മളിലും അത് അറിഞ്ഞോ അറിയാതെ കാര്യക്കൂടുകയാണ്. അങ്ങനെ ആഖിറുണ്ട് എന്നത് ഇസ്ലാമിന്റെ ബേസിക് അടിസ്ഥാന വിശ്വാസം, ഈമാൻകാരിൽപ്പെട്ടതാണ് അതിന്റെ മർമ്മം. അതിലൊക്കെ പെട്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കുക. അപ്പം സലാത്തും സകാത്തും വൻ പാപങ്ങൾ തന്നെയാണ്. അതിൻ്റെതായ കാരണങ്ങളില്ലാതെ അത് ഉപേക്ഷിച്ച. മറ്റൊന്ന് ഉൾക്കൂക്കുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉൾക്കൂക്ക് എന്ന് പറഞ്ഞാൽ വെറുക്കുക, അവഗണിക്കുക, എതിര് പ്രവർത്തിക്കുക. എട്ട എന്ന് പറഞ്ഞാൽ എതിർത്തു. സ്വന്തം മാതാപിതാക്കളെ എതിർക്കൽ വൻകുറ്റങ്ങളിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞാണ്. ഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, സൂറത്തുൽ ഇസ്രാ ല്ലേ. കാരുണ്യത്തിന്റെ ചെറിയ താത്തി കൊടുക്കണം. ചീത്ത ദേഷ്യമുള്ള വാക്ക് പോലും പറയുന്നത് വലാത്ത കുല്ലഹുമ ഉഫിം വലാ തെന്നറുമ വെറുക്കരുത്. ഇത്ര സ്ഥലത്ത് മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ഇപ്പോൾ കുട്ടികളെ അറിയിക്കണം. നമ്മൾ നിസ്സാര കാലത്ത് ഉമ്മയെ പണങ്ങുന്നു, ചീത്ത പറയുന്നു, ചിലപ്പോൾ അങ്ങോട്ട് അടിക്കുക പോലും ചെയ്യും അല്ലേ. അവർ ആ കുട്ടിക്കാലം ചെലവഴിച്ച വിഷമങ്ങൾ, ഒരു ശിശു ഗർഭപാത്രത്തിൽ രൂപം കൊണ്ടത് മുതൽ ഉമ്മ അനുഭവിക്കുകയാണ്. അതിന്റെ പ്രയാസങ്ങൾ, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഉമ്മ അവനെ ഗർഭം ചുമന്നു, പ്രയാസത്തോട് പ്രയാസം. ഇതൊക്കെ മറക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ത്യാഗം എത്ര ഉപ്പ നമ്മൾക്ക് ഉമ്മയെക്കാളും കുറച്ച് വിദൂര സാന്നിധ്യമായിരിക്കും കുട്ടികളെ അപേക്ഷിച്ചിട്ടുള്ളത്. ആ മനുഷ്യൻ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച്, ഈ സ്വന്തം സൗകര്യങ്ങൾ മാറ്റിവെച്ചാണ് നമുക്ക് തരുന്നത്. അങ്ങാടിയിൽ ചായ കുടിക്കുന്ന ഒഴിവാക്കിയാൽ 10 രൂപ ലാഭമല്ലേ? അതിന്റെ കുട്ടിക്ക് സ്കൂളിൽ കൊടുക്കാറോ ചിന്തിക്കുന്ന ഒരു വാപ്പയെ പറ്റി ഇന്നത്തെ കുട്ടികളിൽ ചിത്രമുണ്ടോ? എന്റെ വസ്ത്രം ഇത്രയൊക്കെ മതി, കുട്ടിക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ചിന്തിക്കുന്ന ഉപ്പയെ പറ്റി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉമ്മൻ്റെത് പറയാനുമില്ല. ഇത് മറന്ന് ജീവിക്കാൻ പാടില്ല. അത് കുട്ടികൾ മനസ്സിലാക്കണം. അള്ളാഹു തആല കൽപ്പിച്ചതാണ് ഉമ്മയും വാപ്പയും അനുസരിക്കും. ഇത് നമ്മൾ ഖുതുബയിൽ ഇങ്ങനെ കേൾക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അവരെ സന്തോഷിപ്പിക്കുക, അവരിഷ്ടം വാങ്ങിയാലേ നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയുള്ളൂ. ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്നൊക്കെ പറയാം. അപ്പൊ 4 അടുത്തത് 5ാമത്തെ പറയാൻ പോയി ഖുബുൽ വാലിദൈനെ പറ്റി ഹദീസിൽ വളരെ ഗൗരവത്തിലാണ് മാതാപിതാക്കൾ ഓർപ്പിക്കുന്നത്. ഒരിക്കൽ പറഞ്ഞു മിനൽ ഖബായിരി ശത്മുർ റജുലി വാലിദൈ, ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയൽ വൻകുറ്റങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, അങ്ങനെ ആരോ ചെയ്യ റസൂലേ? ആരെങ്കിലും സ്വന്തം ബാപ്പനെ ചീത്ത പറയും, സ്വന്തം ബാപ്പനെ ആക്ഷേപിക്കൂ എന്ന് അവർക്ക് ശീലമില്ലാത്ത, അവർ ചെയ്യാത്ത വളരെ ഗൗരവമുള്ള തെറ്റായിട്ട് കേട്ടപ്പോൾ അവർ ചോദിക്കും, അങ്ങനെ ഉണ്ടാവും? നമുക്ക് ആ സംശയം വരില്ല. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളിന്നും ചിലപ്പോൾ ബാപ്പനോടോ അമ്മനോടോ ദേഷ്യം പിടിച്ച സ്കൂളിൽ പോയത്. ചില സഹാബാക്കൾക്ക് അങ്ങനെ ശീലമില്ല. അപ്പൊ അവർ ചോദിച്ചു, അങ്ങനെ ആരും ചെയ്യും? അപ്പൊ റസൂൽ മറ്റൊരർത്ഥത്തിലേക്ക് വിശദീകരണം കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടാവും. എങ്ങനെ അറിയാം? ഒരാൾ തന്റെ ബാപ്പന് ചീത്ത അറിയില്ലെങ്കിലും മറ്റൊരുത്തന്റെ പിതാവിന് ചീത്ത പറയും. അതുണ്ട്. ദേഷ്യം പിടിക്കുമ്പോൾ എൻ്റെ വാപ്പാന്നല്ല വരാപ്പാ. അപ്പൊ അവനെന്ത് ചെയ്യും? എൻ്റെ വാപ്പ എന്ന് വിട്ടു പറയും. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആദ്യം നിന്റെ വാപ്പ എന്ന് പറഞ്ഞവനെ അവൻ ഇങ്ങോട്ട് എൻ്റെ വാപ്പ എന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പയെ അവനിലൂടെ ഞാൻ ചെയ്തി തന്നില്ല, എൻ്റെയൊക്കെ തിരിച്ചു വന്നില്ലേ? അതുപോലും പാടില്ല എന്നാണ്. സ്വന്തം വാപ്പനെ മാത്രമല്ല, മാതാപിതാക്കളിൽ എന്നാൽ ആരുടെയും മാതാപിതാക്കളെ ആക്ഷേപിക്കുക. ഇതൊക്കെ കബായിറാണ്, വലിയ തെറ്റായിട്ടാണ് പറഞ്ഞത്. അതാണ് 4ാമത്തത് അസ്സീന, വ്യഭിചാരം. വ്യഭിചാരം ഒക്കെ ഇന്ന് നോർമലൈസ് ചെയ്ത് അല്ലേ? ലിബറൽ ഇഷ്ടമുള്ളവരും ജീവിച്ചോട്ടെ, പ്രാമുഖ്യത്തിൽ ഇഷ്ടമുള്ളവരുമായി സാഹസിക്കാം, ലിവിങ് ഗെറ്റ് ടുഗദർ, പരസ്പര വിശ്വാസത്തോടെ ജീവിക്കുക. ഇതിനൊക്കെ പരിഷ്കാരമായി പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ശുദ്ധ ഖുർആൻ 1500 വർഷം പറഞ്ഞു. അതിനു മുമ്പ് എല്ലാ പ്രവാചകന്മാരും നിഷേധിച്ച ഒരു തിന്മ, മനുഷ്യ തലമുറയെ ദുഷിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് വിവാഹം. വിവാഹം എന്ന് പറഞ്ഞാൽ കരാർ. അതിലുണ്ടാകുന്ന കുട്ടി ഞാൻ ഏറ്റെടുത്ത് വാപ്പ പറയാണ്, നിന്നെ സംരക്ഷിക്കുമെന്ന് ഭർത്താവ് പറയാണ്. ഇവർക്കൊന്നുമില്ലാതെ സംഭവിക്കുന്ന ആ വിവാഹേതര ബന്ധങ്ങളെല്ലാം ഇസ്ലാം സിനായി പറഞ്ഞു. ഖുർആൻ പറഞ്ഞു, വലാ തഖറബു സിനാ ഇന്നഹു ഫകാന ഫാഹിശതൻ വസാഅ സബീല. ചെയ്യരുത് മാത്രമല്ല
വലാ തഖ്റബു സിന, അടുത്തോട് പോരുന്നത്. ഇതൊരു ഉമ്മത്തിന്റെ, ഒരു സമുദായത്തിന്റെ, ഒരു സൊസൈറ്റിയുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണ്. കാരണം അതിനൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവും. എൻ്റെ വീട്ടിൽ ഞാൻ പുറത്തു പോകുമ്പോൾ എൻ്റെ കുട്ടികൾ, എൻ്റെ ഇണകൾ, അവർ വ്യഭിചരിക്കപ്പെടില്ല, പീഡിപ്പിക്കപ്പെടില്ല എന്ന് കരുതാകുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് ഇസ്ലാം ഇതിലൂടെ ഉണ്ടാക്കിയെടുത്തത്. അൽഹംദുലില്ലാഹ്, ഭാഗികമായെങ്കിലും ഈ നിയമങ്ങൾ പാലിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ താരതമ്യേന ഈ അധർമ്മങ്ങൾ കുറവുമാണ്. എന്നാൽ ഇതൊന്നും വിഷയമല്ല, അങ്ങനെ മതത്തിന്റെ കെട്ടുകുട്ടി ഞങ്ങൾ ജീവിക്കാനാവില്ല എന്ന് തുറന്ന് ചിന്തിക്കുന്ന സമൂഹം ഇന്ന് ഖേദിച്ച് കഷ്ടപ്പെട്ട് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്, അടുത്ത് പുറത്തേക്ക് പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക. വിവാഹേതര ബന്ധങ്ങളിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് പിതൃത്വം ഏറ്റെടുക്കാൻ ആളില്ലാതായിട്ട് അത് രാഷ്ട്രത്തിന്റെ പ്രശ്നമായി മാറിയാണ്. സ്കൂൾ ചേർക്കുമ്പോൾ ആരെ പേരെഴുതുന്നത് മാത്രമല്ല, പിന്നെ അവർ സമൂഹത്തിലെ കുപ്പിച്ചില്ലുകളായി, കുഴപ്പത്തിന്റെ എല്ലാം കാരണക്കാരായി, പ്രതികളായി മാറുന്ന ഒരു അവസ്ഥയിൽ രാഷ്ട്രം കുടുങ്ങിയിരിക്കുക. നമ്മൾ അങ്ങോട്ട് പോകണം. വിവാഹം വേഗം കഴിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു, അതിനെ സുന്നത്താക്കി, അതിന് സൗകര്യങ്ങൾ ചെയ്തു, അതിന്റെ മാർഗം എളുപ്പമാക്കി. പെൺകുട്ടിക്ക് സ്ത്രീധനം കൊടുക്കാൻ പണം കാത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരീരം നമ്മളുണ്ടാക്കിയ ഇടകൂടല്ലേ. ഇപ്പൊ സിന കഠിനമായി വിരോധിച്ച് കബാലിൽ എണ്ണിയതോടൊപ്പം മനസ്സിലാക്കുക, അതിന്റെ മറുഭാഗമായി വിവാഹത്തെ ഇസ്ലാം അങ്ങേറ്റം പ്രോത്സാഹിപ്പിച്ചു. കുട്ടി വായിക്കണം, വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിശത്ത്. അത് നീചകൃത്യമാണ്, എന്താ പറയാ, വഷളത്തരമാണ് എന്നൊക്കെ ഖുർആൻ പറയുന്നു. സുൽസലാം പറഞ്ഞു, ഇദാ സനൽ അബ്ദു ഖറജ മിന്നുൽ ഈമാൻ. ഒരാൾ വ്യഭിചരിക്കുമ്പോൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഖറജ മിന്നുൽ ഈമാൻ, ഈമാൻ അവനിൽ നിന്ന് പോയി, പിന്നെ അവൻ മുഅ്മിനല്ല, ഈമാനിന്റെ കവചത്തിൽ നിന്ന് അവൻ പുറത്തുപോയി. ഇത്ര ഗൗരവമുള്ള സംഗതിയാണ്. മറ്റൊരു ഹദീസ്, ലാ യസ്നി സാനി വഹുവ മുഅ്മിൻ. ഒരാൾക്ക് മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കാനാവില്ല. ലാ യസ്രിഖു സാരിഖു വഹുവ മുഅ്മിൻ. ഒരാൾക്ക് വിശ്വാസിയായിക്കൊണ്ട് മോഷണം നടത്താനാവില്ല. ഇതിനർത്ഥം അവൻ ആ പണിയെടുക്കുമ്പോൾ അവൻ മുഅ്മിനല്ല. ഈമാനിന്റെ ദായിരത്തിൽ നിന്ന് പുറത്തു പോകുന്ന വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം എണ്ണിയത്. അത് അതിന്റെ സുരക്ഷ, അതിന്റെ അവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആൺ പെൺ യുവത്വം യുവാക്കൾ പഠനത്തിന്റെ പേരിൽ, യാത്രയുടെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇടകലർന്ന് കജിയിക്കുമ്പോൾ നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിൽ പോലും അതിന്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കുടുംബ ബന്ധങ്ങളും തകരുന്നത് സംശയങ്ങളിൽ നിന്നാണ്. അത് പിടിക്കപ്പെടുമ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു, ബന്ധങ്ങൾ തകരുന്നു. മുൻകാലങ്ങളെക്കാളും ഇന്ന് ഇത് പിടിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ആധുനിക സോഷ്യൽ മീഡിയകൾ, അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങളും ഈ CCTV ക്യാമറകളും, അതൊക്കെ നമ്മൾ പേടിക്കേണ്ട. അവിടെ ക്യാമറ ഉണ്ടാവാൻ പാടില്ല. അള്ളാന്റെ ക്യാമറ എല്ലായിടത്തും ഉണ്ട്. ലോകത്തിലെ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ശതാംശം വളരെ ചെറിയ ശതമാനത്തിലല്ലേ ഈ ക്യാമറയുടെ റീച്ചിൽ വരുന്നുള്ളൂ. അതിനപ്പുറത്തൊക്കെ സംഭവിക്കുന്നില്ലേ തെറ്റുകൾ. അപ്പം ഭൗതിക CCTV ക്യാമറ പേടിയുണ്ടെങ്കിൽ അള്ളാന്റെ ക്യാമറയെ പേടിക്കുക. അതിന്റെ റേഞ്ചിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യമല്ല. തെറ്റിന് ദൂരമായ അവസരം കിട്ടുമ്പോൾ ഇത്തക്കില്ല, കുറച്ചോനെ പേടിക്കണോ എന്ന് പറഞ്ഞപ്പോൾ പണ്ടൊരു കഥ പറയുന്നുണ്ടല്ലോ, യുവതിയിൽ നിന്ന് തന്റെ കാമുകൻ അകന്നു പോയത്. ഈ ഒരു ഇത്തക്കുള്ള തത്വബോധമാണ് നമ്മെ ഇത്തരം സന്ദർഭങ്ങളിൽ നയിക്കേണ്ടത്. ഇവിടെ സിന എണ്ണിയതുപോലെ തന്നെ കബാലിൽ എണ്ണിയ അഞ്ചാമത്തൊന്നാണ് ലിവാത്ത് എന്ന് പറയും. അത് സ്വവർഗരതി എന്നാണ് അതിനർത്ഥം. ലൂത്ത് അലൈഹിസ്സലാത്തിന്റെ പേരിൽ നിന്നാണ് അറബി ഭാഷയിലെ പ്രയോഗം ഉള്ളത്. എഴുതുമില്ല, അദ്ദേഹം അതിൽ എതിർക്കാവുന്ന പ്രവാചകനാണ്, പക്ഷെ പേര് കിട്ടിയ മഹാനാണ്. ലവാത്ത് അത് പുരുഷനെ പ്രാപിക്കുക, സ്ത്രീയെ പ്രാപിക്കുക. ഇതിന് അറബിയിൽ പറയുന്നൊരു വാക്കാണ് ലിവാത്ത്. ഇനി ഇതൊക്കെ പരിഷ്കാരമായി കൊണ്ടുവന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും അതിന് മാന്യത നൽകുന്ന ഒരു പ്രവണത ഉള്ള കാലത്ത് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ സമൂഹം കുറച്ച് പഴഞ്ചനാണ്. നമ്മൾ അതിൽ ആ കാര്യത്തിൽ പഴഞ്ചനാണ്, ഒരു സങ്കടമാണ്. ഇപ്പൊ ഖുർആൻ വിലക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ ഒരു നിസ്സാരമല്ലേ? ചില പണ്ഡിതന്മാർ അതിന് ഹറാം എന്ന് പറയാതെ കറാഹത്ത് എന്ന് പറയുന്നു പോലും എഴുതുമില്ല. ശുദ്ധ ഖുർആൻ വിലക്കിയ സംഗതി എങ്ങനെ നമുക്ക് ഹലാലാക്കാനാവുക? ലൂത്തിന്റെ സമുദായത്തെ ഖുർആൻ ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട്. അതിലൊരിടം ഇങ്ങനെ പറയുന്നത്, ഖുർആനായത്തിട്ടാത്തോണ്ട് നിങ്ങൾ ചെയ്യാൻ പോകും. ഖുർആൻ വിലക്കിയിട്ടുണ്ട്. ലൂത്തിന്റെ സമുദായത്തോട് ചോദിക്കുകയാണ്,